എന്ത് നരേഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്? യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശം അവിടെ വായിക്കുന്നതോടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മതാതീത മാനവ സംഗമം എന്ന വിശേഷണം ഇല്ലാതാവുകയാണ് പി കെ ഗോപൻ. യോഗി ആദിത്യനാഥിന്റെ വർഗീയ പരാമർശങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന CPM തന്നെ രാഷ്ട്രീയമായി ഏറ്റവും ശക്തമായി എതിർക്കുന്ന ഏറ്റവും വലിയ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ സന്ദേശം ഈ സദസ്സിൽ വായിക്കുമ്പോൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതാതീത മാനവ സംഗമം എന്ന വിശേഷണം അയ്യപ്പ സംഗമത്തിന് എങ്ങനെ യോജ്യമാകും? എൻ്റെ അജിംസെ, നമ്മളൊരു കാര്യം നറേറ്റ് ചെയ്യുമ്പം 10 പേർക്ക് ബോധ്യപ്പെടുന്ന, അരിയാഹാരം കഴിക്കുന്ന ബോധ്യപ്പെടുന്നവർക്ക് നറേറ്റ് ചെയ്യണം. വേറെ ഒന്നിനും വേണ്ടി വാദിക്കരുത്. ഇവിടെ നടത്തിയത് ആഗോള അയ്യപ്പ സംഗമം. അതിനകത്ത് നമ്മൾ എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ സഹായിക്കാനും അവിടെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനും എന്തൊക്കെ പ്രപ്പോസൽ വെക്കാം, അത്തരം പ്രപ്പോസൽ വെക്കാൻ പറ്റുന്ന പരമാവധി ആളുകളെ നമ്മളതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആദ്യം ഉയർന്നു വന്ന പ്രശ്നം അതിൽ NSS സഹകരിക്കുമോ, SNDP സഹകരിക്കുമോ, KPMS സഹകരിക്കുമോ എന്നുള്ള ചർച്ചയൊക്കെ ഉയർന്നു വന്നു. അവർ 3 പേരും വളരെ കൃത്യമായി NSSൻ്റെ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അതിൻ്റെ വൈസ് പ്രസിഡന്റ് അതിൽ പങ്കെടുത്തു. NSSൻ്റെ വൈസ് പ്രസിഡന്റ് പങ്കെടുത്തുകൊണ്ട് ആശംസ അറിയിച്ചു. SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് അവിടെ പങ്കെടുത്തത്. SNDPയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സെക്യുലറിസത്തിന് നിരക്കാത്തത് അതിനെ വിമർശിച്ച് തന്നെ കൃത്യമായിട്ട് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, യോഗി ആദിത്യനാഥ് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് അയക്കുന്നത് RSSൻ്റെ ദേശീയ നേതാവെന്ന അർത്ഥത്തിലല്ല, അദ്ദേഹം UPയുടെ മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലാണ്. യോഗി ആദിത്യനാഥിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എതിർത്തുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ രാജ്യത്ത് ഈ ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് കോൺഗ്രസിനെ ക്ഷണിച്ചപ്പോൾ കോൺഗ്രസ് പങ്കെടുക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ത്യയിലെ ഒരുവിധ പാർട്ടികളെല്ലാം പങ്കെടുക്കുന്നാണല്ലോ പറഞ്ഞത്. ഒരു യഥാർത്ഥ ഭക്തൻ ആരായിരിക്കണമെന്ന് ഭഗവത്ഗീത വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്നവർ ആ ഭക്തന്മാരുടെ നിലവാരത്തിലുള്ളവരാണ്, അല്ലാതെ കപടഭക്തന്മാരല്ല. അതായത് വെള്ളാപ്പള്ളി കൂടി മുഖ്യമന്ത്രി സർട്ടിഫൈ ചെയ്യുകയാണ്. ഭഗവത്ഗീത ചൂണ്ടിക്കാണിക്കുന്ന ഭക്തി അതെന്താണ്, അതുള്ളയാളാണ് വെള്ളാപ്പള്ളിയും എന്നാണ് പറയുന്നത്. അങ്ങനെ അഭിപ്രായമുണ്ടോ മുഖ്യമന്ത്രിക്കും CPMനും? നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ ഈർഷ്യ എന്താ? വെള്ളാപ്പള്ളി പങ്കെടുത്തു, സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഈ പ്രശ്നത്തെ വഴിതിരിച്ചു വിടേണ്ടത്? ഈ ആഗോള അയ്യപ്പ സംഗമം ഇല്ലാതാക്കാൻ നടത്തിയ എല്ലാ പരിശ്രമവും പൊളിഞ്ഞ് ഇതിൽ സഹകരിക്കാൻ ഉദ്ദേശിച്ച മുഴുവൻ ആളുകൾ സഹകരിച്ച് വളരെ വിജയകരമായ എൻ്റെ സെഷനുകൾ നടന്ന് അതിന് വളരെ പ്രഗത്ഭരായ ആളുകൾ നേതൃത്വം കൊടുത്ത് ജയകുമാർ സാറിനെ പോലെ, TK നാരായണൻ സാറിനെ പോലെ, അതുപോലെ പിന്നെ ഉള്ള ആളുകൾ നേതൃത്വം കൊടുത്ത് ഇത് കൺക്ലൂഡ് ചെയ്ത് വളരെ കൃത്യമായ ഒരു അജണ്ട അതിനകത്ത് ചാർട്ട് ഔട്ട് ചെയ്ത് അത് നടപ്പിലാവുന്ന തരത്തിലേക്ക് 18 പേരുള്ളൊരു കമ്മിറ്റി എടുത്ത് ആ കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് കോഡിഫൈ ചെയ്ത് ഇത് അടുത്ത ദേവസ്വം ബോർഡിൻ്റെ പരിഗണനയ്ക്കും ഗവൺമെൻറ്റിൻ്റെ പരിഗണനയ്ക്കും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചു എന്നുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഒരു നേട്ടം സ്വീകരിച്ചിട്ട് സമാപിക്കുന്ന ഒന്നിനകത്ത് ഈ പൂർണ്ണമായി നെഗറ്റീവ്, സാധാരണ ഒരു നരേഷനകത്ത് ആരെങ്കിലുമൊക്കെ പോസിറ്റീവ് കണ്ടുപിടിക്കും. നിങ്ങൾക്ക് ഇത്രയും അസ്വസ്ഥതയുണ്ടോ ഇതിനകത്ത് നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി? എന്തൊരു ചർച്ച നടത്തുന്നത്? വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന നിലപാടിനെക്കുറിച്ച് നമുക്ക് സമയമെടുത്ത് ചർച്ച ചെയ്യാം. ആർക്കാ തർക്കം? അദ്ദേഹത്തിൻ്റെ പല നിലപാടും നമ്മൾ ശക്തമായി വിമർശിക്കേണ്ട നിലപാടാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സമുദായ സംഘടനയെ പൂർണ്ണമായും ഒരു കരുതൽ കൂടി നിലമ്പൂരിനടുത്തുള്ള വണ്ടൂരിൽ വെള്ളാപ്പള്ളി നടേശൻ വന്ന് നടത്തിയൊരു വിദ്വേഷ പ്രസംഗമുണ്ട്. ആ വിദ്വേഷ പ്രസംഗം നടത്തിയതിനു ശേഷം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലോ പോട്ടെ, അതിനുശേഷം പോകട്ടെ, ഒരു വാക്ക് CPMോ ഒന്നും പറഞ്ഞിട്ടില്ല. PK ഗോപൻ അതിനുശേഷം ഒന്നിലധികം വേദികളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സർക്കാരിലെ മന്ത്രിമാരുൾപ്പെടെ അദ്ദേഹത്തെ പൊന്നാടയണിക്കുകയും കുമാരനാശനേക്കാൾ വലിയ ജനറൽ സെക്രട്ടറി ആണെന്ന് അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെ. നിങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സർക്കാരിനും CPMനും വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഒരു എതിരഭിപ്രായമില്ല. ശ്രീ അജിംസെ, വെള്ളാപ്പള്ളിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ടൈറ്റിലിൽ ചർച്ച വെക്ക്, നമുക്ക് ചർച്ച ചെയ്യാം.